സാധാരണയായിട്ട് നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കിയിട്ട് ആണ് നമ്മൾ ദാഹി വട ഉണ്ടാക്കാറുള്ളത്, അല്ലെങ്കിൽ തൈര് വട ഉണ്ടാക്കാറുള്ളത്. ഇവിടെ പക്ഷേ ഞാൻ കടലമാവ് വെച്ചിട്ടാണ് വട ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ നമ്മൾ കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് മുളക് പൊടി വേണം, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് അയമോദകം അജ്വൈൻ സീഡ്, ഒരു നുള്ളു കായത്തിന്റെ പൊടി, പിന്നെ കുറച്ച് ആവശ്യത്തിന് നമുക്ക് ഉപ്പ്. ഇത്രയും കൂടി നമ്മൾ ഈ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ പൊടികൾ ചേർത്തതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, ഒരുമിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടില്ല. കാരണം അത് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ വെള്ളം ആദ്യമേ തന്നെ കുറേ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വട നല്ല ഫ്ലഫി ആയിട്ട് കിട്ടൂല. കാരണം വെള്ളം കൂടി പോവരുത്. അതിനാ ഒരു കൺസിസ്റ്റൻസി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട്, അതായത് ഈ ബീറ്റർ വെച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്ററോ സ്പൂൺ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ അത് ഇതുപോലത്തെ ക്രീമി ടെക്സ്ചർ ആയിട്ട് നമുക്ക് കിട്ടണം. കണ്ട ഇതുപോലെ നമ്മളിങ്ങനെ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതിനെക്കാട്ടും കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്രീമി കൺസിസ്റ്റൻസി ആവുന്നവരെ നമ്മൾ ബീറ്റർ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ ക്രീമി ആയിട്ടുള്ള മിക്സിലേക്ക് നമ്മൾ ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയാണ്, അതായത് ബേക്കിംഗ് സോഡയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഏതാണ്ട് ഒരു 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നമ്മൾ ഒന്ന് അടച്ചു വെച്ച് വെക്കണം. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് റൈസ് ചെയ്ത് വരാൻ വേണ്ടി നമ്മൾ വെക്കണം. അപ്പം നമ്മൾ ഇനി വടകൾ പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ വടകൾ പൊരിച്ചിട്ട് ഇതിലേക്ക് ഇടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തണുത്ത വെള്ളം എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഓരോ വടകളായിട്ട് നമുക്ക് ഇതിൽ പൊരിച്ചെടുക്കാം. കണ്ട ഇതുപോലെ ക്രീമി ആയിട്ട് നമുക്ക് കിട്ടണം. ഒരു സ്പൂണിൽ ഇതുപോലെ എടുക്കുക, വേറൊരു സ്പൂൺ വെച്ചിട്ട് അത് ആ എണ്ണയിലേക്ക് തട്ടി കൊടുക്കുക. ഷേപ്പിനെ കുറിച്ചിട്ടൊന്നും നിങ്ങൾ വറി ചെയ്യേണ്ട, കാരണം ഇത് നമ്മൾ സോക്ക് ചെയ്തിട്ടില്ല, തൈരിൽ സോക്ക് ചെയ്തിട്ടല്ല വരുന്നത്. തീ മീഡിയം ഫ്ലെയിമിലായിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. സാധാരണ നമ്മൾ ഉഴുന്നരച്ച് വട ഉണ്ടാക്കിയിട്ട് നമ്മൾ തൈര് വട ഉണ്ടാക്കുന്നതിനെക്കാട്ടും സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഇത് നമുക്ക് തൈരിൽ സോക്ക് ചെയ്യാതെ വെറുതെ വടയായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് നല്ലതാണ്. പിന്നെ നമ്മൾ ഇതിൽ അയമോദകവും കായൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവുകയില്ല. നമ്മുടെ വടകളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കോരി മാറ്റിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള തണുത്ത വെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാതും ഞാൻ ഇതിൽ നിന്നൊന്ന് കോരി മാറ്റട്ടെ. ഇതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള ഫുള്ള് മാവും നമ്മൾ ഇതുപോലെ വറുത്തെടുക്കുക. ഇനി നമുക്ക് നമ്മൾ വെള്ളത്തിട്ടിട്ടുള്ള ആ വടകളുണ്ടല്ലോ, അത് അതിന് വെള്ളം നന്നായിട്ട് കൈവച്ചിട്ട് പിഴിഞ്ഞിതാക്കിയിട്ട് എടുക്കണം. ഒരു 5 മിനിറ്റ്, 3 മുതൽ 5 മിനിറ്റ് വരെ നമ്മൾ വെള്ളത്തിലിടാൻ പാടുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് കടലമാവായതുകൊണ്ട് പെട്ടെന്ന് സോക്കായിട്ടും കിട്ടും. നമുക്കിത് ഇതുപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടും നമുക്ക് ഉണ്ടാക്കാം, അതല്ലാതെ ഡയറക്റ്റായിട്ടും ഉണ്ടാക്കാം. ഞാനിത് 2 രീതിയിലും ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ട്. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. പക്ഷെ ഇതാകുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ആ എണ്ണ, അതായത് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ആ എണ്ണ കംപ്ലീറ്റ്ലി നമുക്ക് അതിൽ നിന്ന് പോയി കിട്ടും. ആ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇതാണ് നല്ലത്. അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ ആ തൈര് ശരിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏതാണ്ട് ഒരു 3 കപ്പോളം തൈര് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളിത് മിക്സ് ആക്കുക. ചിലർ ഇതിൽ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും പച്ചമുളകും അരിഞ്ഞതും ചേർത്ത് കൊടുക്കാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ഇതിൽ ഇഞ്ചി കടിക്കുന്നത് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാത്തത്. ഞാൻ ഇതിൻ്റെ മേലെ ചട്നി ഇതൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഞ്ചിയുടെ ആ ഒരു പച്ചമുളകിൻ്റെ ആവശ്യം അത്ര തോന്നാറില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിങ്ങനെ ഒഴിക്കാവുന്ന ഒരു പാകത്തിലേക്ക് ആക്കിയിട്ട് എടുക്കാം. അടുത്തതായിട്ട് ദാഹി വട സെറ്റ് ചെയ്യലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സോക്ക് ചെയ്തിട്ടുള്ളത് വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിലും സോക്ക് ചെയ്യാത്തത് വേറൊരു പാത്രത്തിലും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കണം.
നമ്മൾ സോക്ക് ചെയ്തെടുത്തതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് തൈരിൽ വെള്ളം മിക്സ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. വെള്ളത്തിന് പകരം നിങ്ങൾക്ക് മോര് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അത് കുറച്ചും കൂടി നല്ലതാണ്, ടേസ്റ്റി ആക്കും അത്. ഞാനപ്പോൾ ഈ സോക്ക് ചെയ്തതിലേക്ക് കുറച്ചും സോക്ക് ചെയ്യാത്തതിലേക്ക് കൂടുതലും തൈര് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം നമ്മൾ സോക്ക് ചെയ്യാത്തത് കൊണ്ട് അത് അതിൽ കിടന്നിട്ടല്ലേ സോക്ക്ഡ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ തൈര് അതിലേക്ക് വേണം. അടുത്തതായിട്ട് ഞാൻ ഇതിൻ്റെ മേലെ സ്വീറ്റ് ചട്നിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സ്വീറ്റ് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുളി പിഴിഞ്ഞെടുത്ത വെള്ളത്തിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി, കുറച്ച് ചാട്ട് മസാല ഉണ്ടെങ്കിൽ അത്, ഉപ്പ്, കുറച്ച് ശർക്കര, ഇതെല്ലാം കൂടി ചേർത്തിട്ട് 5 മിനിറ്റ് നമ്മളൊന്ന് നന്നായി തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കുക. ഇനി നമ്മൾ ഈ സ്വീറ്റ് ചട്നി ആദ്യം ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. 2ന്റെ മേലെ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് മല്ലിയില ഞാൻ വിതറിയിട്ട് ഉണ്ട്. അതിൻ്റെ മേലെയായിട്ട് ഞാൻ കുറച്ച് അനാറിൻ്റെ സീഡ്സ്, അതായത് നമ്മുടെ മാതളനാരകത്തിൻ്റെ കുരു ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മേലെ ഇടുന്നതാണ് ചാട്ട് മസാല. ചാട്ട് മസാല ഓപ്ഷണലാണ്. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണ്ട. കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചിയും പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞത് ആ തൈരിൽ ചേർത്ത് യോജിപ്പിച്ചാലും മതി നിങ്ങൾക്ക്. ഇത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇതിന് അങ്ങനെ ഓർഡറൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇത് എത്ര ഇട്ട് കൊടുക്കണം എന്നുള്ളതും എങ്ങനെ ചെയ്യണം എന്നുള്ളതും നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതൊക്കെ ചേർത്തിട്ട് ഒരു അരമണിക്കൂർ, അതായത് കുറഞ്ഞതൊരു 15 മിനിറ്റ് നമ്മളൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നാലാണ് ഈ എല്ലാ ഫ്ലേവേഴ്സും ആ വടയുടെ ഉള്ളിലേക്ക് നന്നായിട്ട് കയറിയിട്ട് നമ്മുടെ ദാഹി വട ടേസ്റ്റ് ആവുള്ളൂ. അത് നമ്മൾ നോർമലി മറ്റേ ടൈപ്പിൽ ഉണ്ടാക്കുകയാണെങ്കിലും ശരി, നമ്മൾ ഈ ടൈപ്പ്, അതായത് നമ്മൾ ഉഴുന്നുവട വെച്ച് ഉണ്ടാക്കിയാലും നമ്മൾ കടലമാവിൻ്റെ വട വെച്ച് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത്. കടലമാവ് വട കൊണ്ടുള്ള തൈര് വട റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിൾ ആൻഡ് ഈസിയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കണം. ഈ റമദാനിന് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന ഒരു സൂപ്പർ റെസിപ്പിയും കൂടിയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്.